തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ നിൽക്കുന്നത് 52ാം ഡിവിഷൻ ഒളരിയിലാണ്. ഇവിടെ 3 പ്രധാന മുന്നണികളും വോട്ടർ മനസാക്ഷിയെ തൊട്ടുണർത്താനുള്ള ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിലാണ്. ഇവിടെ ഓരോ വോട്ടും നിർണായകമാണ്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. തൃശൂർ കോർപ്പറേഷൻ 52ാം ഡിവിഷൻ ഒളരിയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാജൻ സി ജോർജാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ആദ്യമായിട്ടാണ് മത്സരരംഗത്തോട്ട് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ജനങ്ങളുടെ ഇപ്പോൾ നിലവിൽ പ്രചരണമൊക്കെ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം? എല്ലാ വിഭാഗം ജനങ്ങൾക്കും വളരെയധികം സ്വീകാര്യത ലഭിക്കുന്നതായിട്ടാണ് ഞങ്ങൾ ഫീൽഡ് വർക്ക് നടക്കുമ്പോൾ ഞങ്ങളുടെ അനുഭവം. അപ്പോൾ ആദ്യമായിട്ടാണ് മത്സര രംഗത്താണെങ്കിലും, അതായത് തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് എങ്കിൽ പോലും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള മുന്നേക്കൂട്ടുള്ള കാര്യങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണോ? കഴിഞ്ഞ 15 വർഷമായി പൊതുപ്രവർത്തനത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും സജീവമാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായി വരികയാണെങ്കിൽ പോലും എല്ലാവരുമായി ഇടപഴകുന്നതിനുള്ള അവസരം എനിക്ക് ഗുണകരമായിട്ടുണ്ട്. അപ്പോൾ ഒളരി 52ാം ഡിവിഷനിൽ എന്തൊക്കെയാണ് വികസന സ്വപ്ന പദ്ധതികൾ? കഴിഞ്ഞ ടേമിൽ ഇവിടെ UDF ഭരണമായിരുന്നു. അദ്ദേഹം തുടങ്ങിവെച്ച കുറേ പദ്ധതികളുടെ പൂർത്തീകരണം ഇനിയും നമുക്ക് പൂർത്തീകരിക്കാനായിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷൻ 52ാം ഡിവിഷൻ ഒളരിയിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ലിൻഡോ പോളാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. പ്രചരണമൊക്കെ എവിടം വരെ? 1ാം ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. 2ാം ഘട്ടം പൂർത്തിയാകാനായിട്ട് 1-2 ദിവസം കൂടി ഉള്ളിൽ എല്ലാം 2ാം ഘട്ടം. ആദ്യമായിട്ടാണോ തെരഞ്ഞെടുപ്പ് രംഗത്ത്? അതെ, ഞാൻ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത്. പക്ഷേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലായാലും എല്ലാ കാര്യങ്ങളിലും 32 കൊല്ലത്തോളമായി ഞാൻ സജീവമായി ഈ ഒളരിയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇവിടുത്തെ 52ാം ഡിവിഷനിലെ ഒളരിയിൽ എന്തൊക്കെയാണ് വികസന പദ്ധതികൾ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഇവിടെ നമ്മൾ കൂടുതലായും കണ്ടുവരുന്നത് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ. ഇവിടെ തന്നെ നോക്കി കഴിഞ്ഞാൽ കാണാം. പിന്നെ തെരുവ് നായ്ക്കളുടെ ശല്യം, വെള്ളക്കെട്ടുകൾ, കന്നുകാലികളുടേതായ ഭയങ്കര പ്രശ്നങ്ങൾ. അതിനൊരു പരിഹാരം കാണാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന കൗൺസിലർ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു അവസ്ഥയാണ്. ജനങ്ങളിൽ നിന്ന് ഭാഗത്തുള്ള ഒരു പ്രതികരണം എങ്ങനെയുണ്ട്? എല്ലാവരും ചെല്ലുമ്പോഴും വളരെ സ്നേഹത്തോടെ കൈനീട്ടി തന്നെയാണ് സ്വീകരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷൻ 52ാം ഡിവിഷൻ ഒളരിയിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രതീഷ് കടവിലാണ് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത്. പ്രചരണമൊക്കെ ഇവിടം വരെ? 2ാം വട്ടം കഴിഞ്ഞു. നല്ല അനുകൂല തരംഗമാണ് ഭാരതീയ ജനതാ പാർട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം പ്രതീക്ഷ വെക്കുന്നുണ്ട്? തീർച്ചയായിട്ടും മത്സരത്തിൽ ഇറങ്ങിയിട്ടുള്ളത് ജയിക്കാൻ തന്നെയാണ്. പാർശ്വവൽക്കപ്പെട്ട ജനങ്ങളെ സഹായിക്കാനും, കാരണം നമ്മൾ ഈ ഡിവിഷനിൽ നടക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ജനങ്ങൾ നമ്മളോട് പറയുന്നത്. നമുക്കതിനൊക്കെ വഴികളുണ്ട്. അപ്പോൾ എന്തൊക്കെ വികസിത പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്? കുടിവെള്ള പ്രശ്നം, പിന്നെ അതുപോലെ തന്നെ പല ഭാഗങ്ങളായിട്ട് പഞ്ചായത്തിന്റെ കിണറുകൾ അത് വൃത്തിയാക്കിയിട്ടില്ല. പ്രദേശത്ത് ഒരു 20-30 അതിന്റെ പ്ലസ് ആണെന്ന് തോന്നുന്നു, അത്രയധികം പട്ടികളാണ്. അതിനൊരു തരത്തിലുള്ള ഇതും നടപ്പിലാക്കിയിട്ടില്ല. നമ്മളെ കൊണ്ടാവുന്നത് പരമാവധി ജനങ്ങൾക്ക് വാക്ക് കൊടുത്താൽ നിറവേറ്റും. കഴിഞ്ഞ 15 കൊല്ലമായി UDF വാഴുന്ന ഇടം 52ാം ഡിവിഷൻ ഒളരിയിൽ ഇനി അടുത്തത് ആര് ഭരിക്കുമെന്ന് കണ്ടറിയാം. ക്യാമറാമാൻ പ്രവീണിനോടൊപ്പം പ്രിയങ്ക, TCV ന്യൂസ്.